ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനിയാണ് കേട്ടോ. അപ്പൊ അനി കരഞ്ഞു കലങ്ങി കണ്ണുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് അങ്ങോട്ടേക്ക് അനിയുടെ അച്ഛൻ വരുന്നത്. അപ്പൊ അനിയുടെ അച്ഛൻ വന്നിട്ട് അനിയോട് ചോദിക്കാം, മോനെ നീ എന്തിനാ മോനെ കരയുന്നത്? മോനെ നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് അനാമിക മോള് പോയത് കൊണ്ട് വിഷമമുണ്ടല്ലേ? എനിക്കറിയാം. ആദർശിനെ പോലെയും എന്നെ പോലെയും ജയേട്ടനെ പോലെയൊക്കെയാ നീയും, അല്ലാതെ അഭിയെ പോലെ ആവില്ല നീ. നീ നിന്റെ ഭാര്യനെ സ്നേഹിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുക, ഈ വഴക്കും പിണക്കും ഒക്കെ മാറ്റി വെച്ചിട്ട് മോൻ പോയി അനാമിക മോളെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വാ. അപ്പൊ മോന്റെ വിഷമം ഇങ്ങ് മാറും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിന് ആര് പറഞ്ഞു അനാമിക പോയിട്ടാ ഞാൻ വിഷമിച്ച് നിൽക്കുന്നതെന്ന്? അനാമിക ഇവിടുന്ന് പോയത് കൊണ്ട് എനിക്ക് സമാധാനവും സന്തോഷവും മാത്രം വച്ചാ ഉള്ളൂ. പക്ഷെ ഞാൻ അതിനൊന്നുമല്ല, ഞാൻ നയനേടത്തിയുടെ കാര്യം ഓർത്തിട്ടാ. മോനെ നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നിന്റെ അപ്പച്ചിയും അതുപോലെ തന്നെ നിന്റെ വല്യമ്മയും നിന്റെ അമ്മയും ഒക്കെ പറയുന്ന പോലെ തന്നെയാണോ ഇവിടുത്തെ കാര്യങ്ങള്? നീ നിന്റെ ജീവിതം നോക്കാതെ നീ എന്തിനാണ് നയനയുടെ ജീവിതം നോക്കുന്നത്? നയന അവളുടെ കാര്യങ്ങൾ നോക്കി നടക്കുകയാണല്ലോ. അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, ഞാൻ സമ്മതിച്ചു. അവൾ ഈ കുടുംബത്തിന് ചേരുന്നൊരു മരുമകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജീവിതം നീ മാറ്റിവെക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ നന്ദുവിനെ നീ മനസ്സിൽ കൊണ്ട് നടക്കരുത്. കാരണം അത് ശരിയായ നടപടിയല്ല. വിവാഹം കഴിഞ്ഞ ഒരു പുരുഷൻ വേറൊരു പെണ്ണിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ആ ഒരു ഭാര്യയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതാണ് അനാമിക മോള് അങ്ങനെയൊക്കെ പെരുമാറിയത്. അതിന് നമുക്ക് അനാമിക മോളെ കുറ്റം പറയാനും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, എന്റെ പൊന്നച്ച, ഞാൻ അതുകൊണ്ടൊന്നും അല്ല വിഷമിച്ച് ഇവിടെ നിൽക്കുന്നത്. ഞാന് നയനേടത്തിയുടെ കാര്യം പറഞ്ഞത് അനാമികേനെ ഞാൻ തല്ലി, നയനേടത്തിനെ ഞാൻ സേഫ് ആക്കി, നന്ദുവിനെ ഞാൻ സേഫ് ആക്കിയെന്നൊന്നും അല്ല. പക്ഷെ ഇവിടെ അച്ഛൻ അറിയാത്ത ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഞാൻ അറിയാത്ത എന്ത് കാര്യവും മോനെ നടക്കുന്നത്? അത് പിന്നെ അച്ഛൻ അറിയാത്ത കാര്യം എന്ന് പറഞ്ഞാല്, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിലും ഒരിക്കൽ ഇത് വല്യച്ഛൻ പറയും. വല്യച്ഛൻ അച്ഛനോട് പറയാതിരിക്കില്ല. എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയുന്നതാണല്ലോ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് വേറെ ആരും അറിയരുതെന്ന് പറഞ്ഞപ്പോ, എന്താ മോനെ, എന്താ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നീയും നിന്റെ വല്യച്ഛനൊക്കെ കൂടി എന്നിൽ നിന്ന് എന്ത് മറച്ചു വെച്ചിരിക്കുന്നത്? അത് പിന്നെ വേറൊന്നും അല്ല അച്ഛ, ഞാൻ മറച്ചു വെച്ചിരിക്കുന്നതും വല്യച്ഛനും ആദർശേട്ടനൊക്കെ മറച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ വല്യമ്മയുടെ അവസ്ഥ അറിയാലോ. വല്യമ്മയ്ക്ക് നയനേടത്തിയോട് ഭയങ്കര ദേഷ്യമാണെന്ന് അറിയാലോ. അതൊക്കെ അനാവശ്യമായ കാര്യമാണെന്ന് അറിയാലോ. അതൊക്കെ എനിക്കറിയാം മോനെ. നിന്റെ വല്യമ്മേനെ പറഞ്ഞു തിരുത്താന് എനിക്ക് നല്ല ജയേട്ടന് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോ ദൈവം തമ്പുരാന് കഴിയുന്നത്? ദൈവം തമ്പുരാനും അത് കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. ദൈവം തമ്പുരാന് പലതും കഴിയുവച്ച അതിനുള്ള സംഭവങ്ങളൊക്കെയാ ഹോസ്പിറ്റലിൽ നടന്നിരിക്കുന്നത്. മോൻ എന്തായി പറയുന്നത്? എനിക്ക് വീണ്ടും മനസ്സിലാവുന്നില്ല, വ്യക്തമാക്കി പറ. അത് പിന്നെ നമ്മുടെ വല്യമ്മയ്ക്ക് കരള് കൊടുത്തത് ആരാണെന്ന് അറിയാമോ? അത് വേറെ ആരുമല്ല, നമ്മുടെ നയനേടത്തി. ഇത് കേട്ടതും അനിയുടെ അച്ഛൻ വല്ലാണ്ട് അങ്ങ് ഷോക്കായി പോയിട്ടോ. മോനെ നീ എന്താ പറയുന്നത്? നയന് കരള് കൊടുത്തെന്നോ? അതെ അച്ഛാ, നയനേടത്തി ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ അമ്മയ്ക്കോ അപ്പച്ചിക്കോ വല്യമ്മയ്ക്കോ ആർക്കും മനസ്സിലായിട്ടില്ല. വല്യമ്മയും അപ്പച്ചിയും എൻ്റെ അമ്മയും ഒക്കെ വേറെ ഏതോ ഒരു ലോകത്താ. അനാമിക ഒരു ലോകം കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ആ ലോകത്താ ഇപ്പൊ എൻ്റെ അമ്മയും വല്യമ്മയും അപ്പച്ചിയൊക്കെ ഉള്ളത്. അവിടെ നന്മ എന്ത്, അവിടെ തിന്മ എന്ത് എന്നൊന്നും തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കില്ലച്ചാ. ഏതായാലും ഏടത്തി എത്ര വലിയ മനസ്സിനുടമയാണെന്ന് അച്ഛൻ ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞപ്പം, മോനെ ഒരിക്കലും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. ബ്ലഡ് കൊടുത്തു എന്നൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ കരള് ദാനമായിട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പം, അച്ഛന് വിശ്വസിക്കാൻ പറ്റിയില്ലല്ലേ? എനിക്കും ഇത് തന്നെയായിരുന്നു. പിന്നെ എങ്ങനെ ഞാൻ നയനേടത്തിയുടെ അവസ്ഥ ഓർത്തിട്ട് കരയാതിരിക്കും? ഇതുപോലെ ഒരു ഏടത്തിനെ, ഇതുപോലെ ഒരു മരുമകളെ നമ്മള് ഈ വീട്ടിൽ ദൈവമായിട്ട് കൊണ്ടു തന്നതാ. പക്ഷെ അത് തകർക്കാൻ, ആ കെട്ടിവെച്ച സ്വപ്നങ്ങളും ആ വിഗ്രഹവും ഒക്കെ തകർക്കാൻ വേണ്ടിയാണല്ലോ അടുത്ത മരുമകളെ ഇങ്ങോട്ടേക്ക് കയറ്റിക്കൊണ്ട് വന്നത്, അനാമിക എന്ന ഭൂതനയെ. എന്നിട്ട് ഞാൻ അവളെ അടിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും കുറ്റപ്പെടുത്തരുത് തന്നെ. സഹികെട്ട് മടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഒരടി കൊടുത്തത്. അത് തെറ്റായി പോയിന്ന് എനിക്കറിയാം. പക്ഷെ ആ ഒരു അടി അവൾ അർഹതപ്പെട്ടത് തന്നെ ആയിരുന്നു എന്നൊക്കെ പറയാണ്. ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശനെയും ജയനെയാണ് കേട്ടോ. അങ്ങനെ ആദർശും ജയനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ അനിയുടെ അച്ഛൻ ചെല്ലുന്നത്. അപ്പൊ അനിയുടെ അച്ഛൻ ചെന്ന് ഓടി ചെന്ന ഉടനെ തന്നെ, ജയേട്ടാ ഞാൻ അറിഞ്ഞില്ലായിരുന്നു, ഞാൻ ഇപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞപ്പം അവർക്ക് മനസ്സിലായി നമ്മുടെ ജയനല്ല അനിയുടെ അച്ഛൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞെന്ന്. അപ്പം ആദർശ് പറയാണ്, അത് പിന്നെ ഇളയച്ച ഞങ്ങളത് പറയാതിരുന്നത്, എനിക്കറിയാം പറയാതിരുന്നത് എന്താണെന്ന്. അല്ല ഈ കാര്യം
ഏടത്തി അറിയണ്ടേ? ഏടത്തി അറിഞ്ഞാലല്ലേ നയനെ ഏടത്തി സ്നേഹിക്കത്തുള്ളൂ. നമ്മൾ ഈ കാര്യം എന്തിനാ മറച്ചു വെക്കുന്നത്? ആ, അതിനും കാരണമുണ്ട് ഇളയച്ച. അതെ, ഈ കാര്യം എന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരള് ദാനമായിട്ട് എന്റെ അമ്മ സ്വീകരിക്കുന്ന ഇളയച്ചന് തോന്നുന്നുണ്ടോ? ഒരിക്കലും സ്വീകരിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യം പറയാത്തത്. അല്ല, നയനമോള് എന്തേ? നയനയുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, അവള് സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എന്തേ എന്റെ അമ്മേനെ അകത്തേക്ക് കയറ്റിയേക്കുക. അപ്പൊ ജയനും പറഞ്ഞു കുറെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്, എല്ലാവരും എന്തോ ഭയങ്കര ഇതായിട്ടാ ഈ ഓപ്പറേഷൻ നടത്തുന്നത്. അങ്ങനെ റെയർ ആയിട്ടാണല്ലോ ഇങ്ങനെയുള്ള ഓപ്പറേഷനുകളൊക്കെ നടത്താറുള്ളൂ. അതുകൊണ്ട് 3-4 ഡോക്ടർമാർ വന്ന് ചുറ്റും കൂടിയിട്ടൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ഇളയച്ചൻ പറഞ്ഞു, അനിയുടെ അച്ഛൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, വീട്ടില് കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക. അനിയുടെ അവസ്ഥ നീ കണ്ടതല്ലേ? പാവം കാർമേഘം കൂടിയ പോലെയാ ഇപ്പം ഹനിമോന്റെ മുഖം കാണുമ്പം. അവനൊന്ന് ചിരിച്ചു കണ്ടിട്ട് എത്ര നാളായെന്നറിയാമോ? അവനൊന്ന് ചിരിക്കുകയോ അവനൊന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വല്ലാത്തൊരവസ്ഥയിൽ അവൻ നടക്കുന്നത്. ഇതിനെല്ലാം കാരണം ഒരു തരത്തില് നയന തന്നെയാ. അപ്പൊ ആദർശ് പറഞ്ഞു, അത് പിന്നെ നയന എന്ന് പറഞ്ഞാല് നയനമോള് നേരത്തെ അനിയുടെയും നന്ദുവിന്റെയും കാര്യം പറയുമായിരുന്നെങ്കിൽ നമുക്കിത് നടത്തി കൊടുക്കാമായിരുന്നല്ലോ. അനിയെ നന്ദു കെട്ടുമായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ശരിയാ, അത് ഇളയച്ചൻ പറഞ്ഞത് ശരിയൊക്കെ തന്നെയാ. പക്ഷേ കല്യാണം കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ ജയനും പറഞ്ഞു, നമ്മുടെ കുടുംബത്തിന്റെ താളം ആകെ തെറ്റിയിരിക്കുക. ഈ വിവാഹം കഴിഞ്ഞതോടുകൂടി തന്നെ കുടുംബത്തിന്റെ താളം തെറ്റി. ഇത് നേരെ കൊണ്ടുപോയില്ലെങ്കിൽ എന്നാന്നറിയില്ല അനന്തപുരി തറവാട് തകരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ അനിയുടെ അച്ഛൻ നേരെ നന്ദുവിന്റെയും കനകദുർഗയുടെയും അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ അനിയുടെ അച്ഛനെ കണ്ടതും കനകദുർഗ പറഞ്ഞു, ദേ മോളെ, അനിയുടെ അച്ഛൻ വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പെട്ടെന്ന് അനിയുടെ അച്ഛനെ കണ്ടതും എഴുന്നേറ്റ് കേട്ടോ. എഴുന്നേറ്റപ്പോഴത്തേക്കും അനിയുടെ അച്ഛൻ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോഴാ സത്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അനി എന്നോട് പറഞ്ഞപ്പോഴാ ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. ഒരിക്കലും ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ സത്യങ്ങൾ അറിയാതെ എന്റെ ഭാര്യയും മരുമകളും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മാപ്പ് ചോദിക്കുക. അയ്യോ, എന്താ ഈ പറയുന്നത്? മാപ്പ് ചോദിക്കാന്നോ? പ്രായത്തിന്റെ പക്വതക്കുറവ് കൊണ്ട് അനാമിക മോള് ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നത് അത് ഞാൻ അതിൻ്റെതായ രീതിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ ഒരിക്കലും അവളെ തല്ലിയതിന് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. തല്ലരുതായിരുന്നു. അല്ല, തല്ലാതെ പിന്നെ നോക്കി നിൽക്കണമെന്നാണോ കനകദുർഗ ഈ പറയുന്നത്? ചിലപ്പോ ഞാനായിരുന്നുവെങ്കിലും ആ സമയത്ത് തല്ലിന്ന് വരും. പ്രായത്തിന് അനുസരിച്ചുള്ള സംസാരമേ പാടുള്ളൂ കനകദുർഗെ. അല്ലാതെ സംസാരം വന്നു കഴിഞ്ഞാല് കുടുംബത്തിന്റെ താളം തെറ്റുന്നത്. പ്രതികരിക്കണം, അങ്ങനെ ഉണ്ടായ പ്രതികരിക്കണം. അല്ല മോളെ, ഞാൻ അറിഞ്ഞില്ല മോളെ, എന്റെ മോന്റെ മനസ്സെന്താണെന്നും മോളുടെ മനസ്സെന്താണെന്നും ഒന്നും ഞാൻ അറിയാതെ പോയി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം ഒരിക്കലും പറ്റില്ലായിരുന്നു. അപ്പൊ നന്ദു ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും എന്തോ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു, എന്റെ 2 മക്കള് തന്നെ അനന്തപുരി തറവാട്ടിലേക്ക് വന്ന കഥയൊക്കെ അറിയാലോ. അതിന്റെ കൂടെ 3ാമത് ഇവളെ കൂടെ വിടണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചതാ. ഞങ്ങളുടെ മക്കൾക്കോ സമാധാനം ഇല്ല. ഇനി എന്റെ ഈ മോൾക്കും കൂടെ സമാധാനം വേണ്ട, അതിന്റെ കാര്യമില്ലല്ലോ. പിന്നെ നയനമോളാ ഏറ്റവും കൂടുതൽ എതിർത്തത്. മോള് ചെയ്ത വലിയൊരു അബദ്ധമാ കനകദുർഗ, അത് വലിയൊരു അബദ്ധം. എന്റെ അനിമോൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വന്തം ഭാവിനെ പറ്റിയും ജീവനെ പറ്റിയും ഒന്നും നോക്കാതെ നമ്മളെ സഹായിക്കുന്നവരെ അല്ലേ കൂടെ കൂട്ടേണ്ടതും ചേർത്ത് നിർത്തേണ്ടതും ഒക്കെ. ഞാനിപ്പൊ തന്നെ ചേട്ടനെയും ആദർശമോനെയും കണ്ടു പറഞ്ഞതേ ഉള്ളൂ. എനിക്കും ഏട്ടനെ കിട്ടിയതിനേക്കാൾ എത്രയോ നല്ല ബന്ധമാണെന്ന് അറിയാമോ ഞങ്ങളുടെ മകൻ ആദർശിന് കിട്ടിയത്. തുടക്കത്തിന് അത് ആദർശിന് മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ അവന് എല്ലാം മനസ്സിലായി കാണും, എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളെക്കാളും മനുഷ്യനെ മനസ്സിലാക്കാനും ബിസിനസ് ചെയ്യാൻ മിടുക്കുള്ളത് കൊണ്ടുമാണ് എന്നെ ജയേട്ടനെയും മാറ്റി നിർത്തിയിട്ട് മൂർത്തീസ് ജ്വല്ലറീസിന്റെ എല്ലാ സ്ഥാനവും എന്റെ അച്ഛൻ അവന് കൊടുത്തത്. അതിന് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവരെല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം കനകയോട് ഉറപ്പിച്ചു പറയുക. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ മകള് ദുഃഖിക്കേണ്ടി വരില്ല. നിങ്ങളുടെ മകൾക്ക് സന്തോഷം മാത്രമേ ഇനി അനന്തപുരി തറവാട് നയനയെ സ്വീകരിക്കുന്നത്, അവളെ സന്തോഷിപ്പിക്കുന്നത്. പിന്നെ ആദർശിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സ്വന്തം ജീവൻ പകുത്തു നൽകിയും ഇനി നമ്മുടെ ആദർശ് നയനയെ സ്നേഹിക്കും. പിന്നെ നയനമോൾ അകത്തുണ്ടല്ലേ? നയനമോളുടെ കാര്യം ഗോവിന്ദൻ അറിഞ്ഞില്ലല്ലേ? ഏതായാലും പറയണ്ട, അതൊരു അച്ഛനും സഹിക്കില്ല. ഇനിയിപ്പൊ നയനമോള് വീട്ടിലെത്തിയിട്ട് അദ്ദേഹം അറിയുന്നത് തന്നെയാ നല്ലത്. അല്ലാതെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ സങ്കടമായാലോ. അപ്പോഴത്തേക്കുമാണ് വേറൊരു ഡോക്ടർ വരുന്നത്. ഡോക്ടർ വന്ന് ഉടനെ തന്നെ നമ്മുടെ കനകദുർഗ ചോദിക്കുകയാണ്, അല്ല ഡോക്ടറെ, മോൾക്ക് എങ്ങനെയുണ്ട്? മോൾക്ക് ഒരു കുഴപ്പമില്ല, മോളെ നമുക്ക് ഉടനെ തന്നെ വാർഡിലേക്ക് മാറ്റാം. അല്ല ഡോക്ടറെ, എനിക്ക് മോളെ ഒന്ന് കാണാൻ പറ്റുമോ എന്നിങ്ങനെ നമ്മുടെ അനിയുടെ അച്ഛൻ ചോദിച്ചപ്പോഴത്തേക്കും അതിനിപ്പോ എന്താ, താങ്കൾ കയറി കണ്ടോളൂ എന്നിങ്ങനെ പറയാനാട്ടോ. അങ്ങനെ നമ്മുടെ അനിയുടെ അച്ഛൻ നയനെ കാണാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്റർ ഐസിന്റെ അകത്തേക്ക് കയറുവാണ്.
നയനെ കണ്ടതും അല്ല, നയനെ നമ്മുടെ അനിയുടെ അച്ഛനെ കണ്ടതും ഇതാരെ ഇളയച്ചനോട് ആരാ പറഞ്ഞ ഞാനിവിടെ ഉണ്ടെന്ന്. എന്നാലും മോളെ എന്നോട് പറയാത്തതിലാട്ടോ എനിക്ക് പരാതി. അനി തന്നെ ആയിരിക്കും അല്ലെ ഇളയച്ചനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതെ, അവൻ ഇവിടെ വന്നപ്പോ നന്ദുവിനെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഭാര്യയും മരുമോനല്ല മരുമോളും ഒക്കെ ഉറഞ്ഞു തുള്ളുവാ. അവര് വന്നത് നന്ദുവിനെ കാണാനല്ലെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അവര് വന്നത് മോളെ കാണാൻ വേണ്ടിയല്ലേ. അത് പിന്നെ ഇവിടെ അധികം ആളുകളൊന്നും വന്ന് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നന്ദുവിനോടും അമ്മയോടും വരണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ മോൾ അങ്ങനെ പറഞ്ഞാലും അവർക്ക് അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ? മോള് ആരാ അവരുടെ മോളല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ വരാതിരിക്കാൻ പറ്റുന്നത്? മോള് ദ്രോഹിച്ചിട്ടേ ഉള്ളൂ എന്റെ ഏടത്തി. എന്റെ ആ ഏടത്തിക്കിട്ടാണല്ലോ ഇപ്പൊ കരള് ദാനം നൽകിയത്. മോളുടെ ജീവൻ തന്നെ പകുത്തു കൊടുത്തില്ലേ? ഇതൊന്നും എന്റെ ഏടത്തി അറിയുന്നില്ലല്ലോ. വെറുക്കുന്നവരോട് പോലും മോള് അത് ചെയ്യുമ്പോ മോള് സ്നേഹിക്കുന്നവരോട് മോളുടെ സമീപനം എന്തായിരിക്കും എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ദൈവം മോൾക്ക് ഒരാപത്തും വരുത്തില്ല. ദൈവം മോളെ രക്ഷിക്കും, അതെനിക്ക് ഉറപ്പാ. മോളുടെ അമ്മയും നന്ദും ഒക്കെ ഉണ്ടല്ലോ, മോളുടെ സ്നേഹം തിരിച്ചറിഞ്ഞവരാ. പക്ഷെ തിരിച്ചറിയാത്ത കുറച്ച് കൂട്ടങ്ങളുണ്ട്. അവരും ഒരു ദിവസം തിരിച്ചറിയുന്ന ദിവസം വരും. പിന്നെ നന്ദുവിനെയും കനകദുർഗേനെയും ഒന്നും അകറ്റി മാറ്റി നിർത്താൻ പറ്റില്ല ഈ ഒരു അവസരത്തില്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്റെ ഭാര്യയോടും മരുമകളോടൊക്കെ പറയേണ്ടതാ. അവരൊക്കെ ഇത് അറിയേണ്ടതാ. അയ്യോ വേണ്ട ഇളയച്ച, ഒരിക്കലും അത് പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദർശേട്ടന്റെ അമ്മ അറിയും. ആദർശേട്ടന്റെ അമ്മ അറിഞ്ഞാൽ അത് പ്രശ്നമാകും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അമ്മയ്ക്ക് ദോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അനിയുടെ അച്ഛൻ പറഞ്ഞു, മോൾ എത്ര നല്ല മനസ്സിനുടമയാ. നിന്റെ പോലെ ഒരു മരുമകളെ ഉണ്ടല്ലോ ആർക്കും കിട്ടില്ല. നിന്നെപ്പോലെ ഒരു മരുമകളെ കിട്ടിയ ദേവയാനി ഭാഗ്യവാ. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുക അനിയുടെ ചിന്ത തന്നെയായിരുന്നു ശരിയെന്ന്. അനി തെരഞ്ഞെടുത്ത ജീവിതം ആയിരുന്നു നല്ലത് എന്ന്. പക്ഷേ എന്റെ വീട്ടിൽ വന്നത് അനാമികയായി പോയി. അവിടെ വരേണ്ടത് നന്ദു ആയിരുന്നു. അയ്യോ അങ്ങനെയൊന്നും സംസാരിക്കരുത് ഇളയച്ച. ഇനിയിപ്പം നന്ദുവിനോട് അങ്ങനെയൊന്നും പറയരുത്. അനിയോടും അങ്ങനെയൊന്നും പറയരുത്. ഞാൻ പറഞ്ഞില്ലെങ്കിലും അനി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കും. പിന്നെ ഉണ്ടല്ലോ അനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് അവന്റെ ഏടത്തിയുടെ കുടുംബത്തിനോടൊക്കെ. പിന്നെ ഇപ്പൊ അതിന്റെ അളവ് കൂടിയതല്ലാതെ എനിക്ക് ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇനി അത് കുറയുന്നും തോന്നുന്നില്ല. കടപ്പാടും സ്നേഹവും ഒക്കെ ഏറെയുണ്ട് നിങ്ങളുടെ കുടുംബത്തിനോട്. അയ്യോ അങ്ങനെയൊന്നും ചിന്തിക്കാതെ അനിയോട് പറയണം അനാമികയെ വിളിച്ചോണ്ട് വന്ന് നല്ലൊരു ജീവിതം നയിക്കാന്. അയ്യോ ഞാൻ ഒരിക്കലും അത് പറയില്ല മോളെ. കാരണം എന്റെ മോന്റെ സ്വസ്ഥതയും സമാധാനവും ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വീട്ടിൽ എന്ത് കുറവുള്ളത് കൊണ്ടാ അവൾ അവിടുന്ന് പോകുന്നത്? എന്തെങ്കിലും കുറവുണ്ടോ? അനിയെപ്പോലൊരു പയ്യന് ഈ ജന്മം അവൾക്ക് കിട്ടുമോ? അനിയെപ്പോലൊരു പയ്യനെ സ്നേഹിച്ച് അവളുടെ വശത്താക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇത്തിരി സ്നേഹം അവന് കൊടുത്താല് അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നവനാ എന്റെ മോന്. അത് നിനക്കറിയാലോ. പക്ഷെ അവളത് കൊടുത്തില്ല. അവൾക്കത് കൊടുക്കാൻ താല്പര്യമില്ല. അവൾക്ക് മറ്റെന്തൊക്കെയോ മോഹിച്ചിട്ടാ ആ അനന്തപുരി തറവാട്ടിലേക്ക് കയറി വന്നത്. വലതുകാലെടുത്ത് വെച്ച് കയറി വന്നതും അല്ല അവള്, ഇടതുകാലെടുത്ത് വെച്ചിട്ടാ കയറി വന്നത്. അവന്റെ മനസ്സ് എന്താണെന്ന് ആദർശനോട് പോലും പറഞ്ഞില്ലല്ലോ മോളെ. അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഇപ്പൊ ഈ കുടുംബത്തിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അനിയുടെ അച്ഛൻ അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ നയന വീണ്ടും വിളിച്ചു കേട്ടോ. ഇളയച്ച അവിടെ നിൽക്കുക, വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ ഞാനാണ് അമ്മേനെ സഹായിച്ചതെന്ന് ഒരിക്കലും പറയരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം മോളെ. ഇനിയിപ്പം അധികം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചിലപ്പം എന്റെ പിടിവിട്ട് പോകും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അനിയുടെ അച്ഛൻ അങ്ങ് വെളിയിലേക്ക് പോയി. നമ്മുടെ നയന ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ആദർശിനെയും അനിയാണ് കേട്ടോ. അങ്ങനെ അനിയോട് നമ്മുടെ ആദർശ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അത് വേറെ ഒന്നും അല്ല കേട്ടോ. എടാ നീ ഇളയച്ചനോട് എല്ലാം പറഞ്ഞല്ലേ, അത് പിന്നെ പറയണ്ടേ, അച്ഛനെല്ലാം അറിയണ്ടേ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീട്ടിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പം നയനിയും മറ്റുള്ളവർ വിമർശിക്കുമ്പം നീ സത്യങ്ങളൊന്നും കയറി വിളിച്ചു പറയരുത്. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമാവും. അതൊക്കെ എനിക്കറിയാം. അച്ഛനോട് ഞാനിത് പറഞ്ഞില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഏട്ടനും വല്യച്ഛനും ഒക്കെ ഇത് അറിയിക്കുമല്ലോ, അതെനിക്കറിയാം. അത് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അനി. അല്ല അതൊക്കെ ഇരിക്കട്ടെ. ഏട്ടൻ പറഞ്ഞത് പ്രകാരം ഒരു നല്ലൊരു വീട് ശരിയാക്കിയിട്ടുണ്ട് ഏട്ടനും കുടുംബത്തിനും താമസിക്കാൻ വേണ്ടി. അത് ഞാൻ ഏടത്തിയുടെ അച്ഛനോട് വിളിച്ചു പറയുകയും ചെയ്തു. ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഏട്ടൻ പറഞ്ഞത് ഞാനും പറഞ്ഞിരുന്നു ഇന്ന് തന്നെ മാറാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. നയനയുടെ വീട് ഒരു പഴയ വീടാ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ചെയ്യുന്നതിന് ശേഷം എല്ലാ ഫെസിലിറ്റീസും ഉള്ള നല്ലൊരു വീട് തന്നെ വേണം അവർക്ക് സെറ്റാക്കാൻ. അതിന് ഞാൻ നല്ലൊരു വീട് തന്നെയാണ് സെറ്റാക്കിയിരിക്കുന്നത്. എങ്കിൽ പിന്നെ ഒരു ലോറി ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് അനി. ആ ലോറിയിൽ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി ഒരു പുതിയ വീട്ടിലേക്ക് മാറ്റാൻ പറയാം. പിന്നെ വീട് ഇപ്പം അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലാക്കാം. വേറെ ആരുടെയും പേരിലാക്കണ്ടല്ലോ. അവളുടെ പേരിലാക്കേണ്ട കാര്യമില്ല. അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ കിടക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ പഴയ
വീട്ടിലെ ലോണൊക്കെ അടച്ച് തീർക്കണം. എങ്കിൽ ആ വക കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്യാം ആദർശേട്ടാന്ന് പറഞ്ഞ് അനി പോവുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ നയനയ്ക്കല്ല, നയനയുടെ വീട്ടുകാർക്ക് താമസിക്കാൻ വേണ്ടി ഒരു വലിയൊരു കൊട്ടാരം തന്നെയാണ് നമ്മുടെ ആദർശ് പുതിയതായിട്ട് മേടിച്ചിരിക്കുന്നത് കേട്ടോ. അതിപ്പം നമ്മുടെ ഗോവിന്ദന്റെയും കനകദുർഗയുടെയും പേരിലാണ് മേടിച്ചിരിക്കുന്നത്. നയനയ്ക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണെന്ന് വേണമെങ്കിൽ പറയാം ആദർശിന്റെ വക. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് വീട്ടിലെ സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കുന്ന ഗോവിന്ദനെയും നമ്മുടെ നന്ദുവിനെയാണ്. അങ്ങനെ ഗോവിന്ദൻ പറയുകയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ എന്തിനാ ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല മോളെ. എന്തിനായിരിക്കും? അത് പിന്നെ എന്തിനാണെന്ന് പിന്നീട് അച്ഛന് മനസ്സിലാക്കിയോളും. അല്ല, നയന മോളെ ഞാൻ വിളിച്ചിട്ട് മോളിട്ട് ഫോണും എടുക്കുന്നില്ല ഇത് പറയാൻ വേണ്ടി. മോള് അറിഞ്ഞിട്ടാണോ ഇനി മോള് വല്ലതും പറയൂന്നും എനിക്കറിയില്ല. ചേച്ചി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ ആദർശേട്ടൻ എന്നെയും വിളിച്ചു പറഞ്ഞു എതിർക്കരുതെന്ന്. അപ്പൊ പിന്നെ നമുക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ. എങ്കിലും ഇത്രയും വലിയ വീടൊന്നും വേണ്ടായിരുന്നു മോളെ. നമ്മളിപ്പം അനന്തപുരി തറവാട്ടിലെ ബന്ധുക്കളല്ലേ, എന്റെ 2 മക്കൾ അവിടുത്തെ മരുമക്കളല്ലേ. അപ്പൊ ഭാര്യ വീടെന്ന് പറഞ്ഞ ആരെങ്കിലും കൊണ്ട് കാണിക്കുമ്പോൾ കുറച്ച് വലിയ വീട് വേണ്ടേ? നമ്മുടെ പഴയ വീട് പോരാന്ന് ആദർശിനെ ചിലപ്പോൾ തോന്നിക്കാണും, അതായിരിക്കും. ഹേയ്, അങ്ങനെ ഉള്ളത് കൊണ്ടൊന്നും അല്ല അച്ഛൻ നമുക്കിപ്പോ ഈ വീട് എടുത്തു തന്നത്. പിന്നെന്തിനാ? പിന്നെ മറ്റെന്തൊക്കെയോ കണക്ക് കൂട്ടലുള്ളത് കൊണ്ട് ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ എടുത്തത്. ഹോസ്പിറ്റൽ വരെ പോയിരുന്നെങ്കിൽ ആദർശ് മോനെയും നയനമോളെയും കാണായിരുന്നു. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ എന്നാ ചിന്തിക്കുന്നത്. ഏതായാലും ഞാൻ കട വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോഴേക്കും ബാക്കിയൊക്കെ ഒന്ന് മോള് ഒതുക്കി വെക്കേ, ഒന്ന് എല്ലാം റെഡിയാക്കി വെക്കേ, മുറികളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി വെക്കേ. ഏതായാലും പുതിയ വീടാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് താമസിക്കാൻ വരുന്നതല്ലേ, ഇനിയിപ്പോൾ സെറ്റാക്കാനൊന്നുമില്ല. എല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടുമുണ്ട്. എല്ലാ മുറിയിലും AC വരെ വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടാ മോളെ എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതും. ഇപ്പം വരുമോ നമ്മളെ സഹായിക്കുക. പാവം ആദർശേട്ടന് നയനേച്ചിയോടുള്ള സ്നേഹം കൂടിയച്ചാ, അത് അമിതമായെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സഹായങ്ങൾ ആദർശേട്ടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് വരും. അത് നമ്മളായിട്ട് സ്നേഹത്തോടെ നിരസിക്കുന്നത് നല്ലത്. പിന്നെ ഇതായാലും ചേച്ചി അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ പേരിൽ ആദർശേട്ടനെ വഴക്ക് പറയുന്ന ഉറപ്പുള്ള കാര്യം തന്നെയാ. എങ്കിലും സാരമില്ല അച്ഛൻ, ആദർശേട്ടന്റെ സന്തോഷമല്ലേ. പിന്നെ അതുപോലെ അച്ഛൻ കടയിലുള്ള സാധനങ്ങളൊക്കെ വിറ്റിട്ട് വീട്ടിൽ വിശ്രമിക്കാനാണ് ഇടയ്ക്ക് ആദർശേട്ടൻ പറഞ്ഞത്. ഇനി ജോലിക്കൊന്നും പോകണ്ടാന്ന്. അതെന്നോട് പറഞ്ഞു മോളെ. അങ്ങനെ മരുമകന്റെ ചെലവിൽ ജീവിക്കുന്നത് ശരിയല്ല. ആവതുള്ളിടത്തോളം കാലം ജോലി ചെയ്ത് നമ്മൾ ജീവിക്കണം. അവര് സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നു എന്ന് വെച്ച് നമ്മളത് മുതലെടുക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. അപ്പോഴാണ് നമ്മുടെ അനി ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ഇത് അവൻ അമ്മയ്ക്ക് അങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതിയല്ലോ. അങ്ങനെ അനി ആ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അനി കയറി വന്നിട്ട്, അല്ല വീട് ഇഷ്ടപ്പെട്ടോ? വീടിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എല്ലാം ഓക്കെ ആണോന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വന്നത്. കുഴപ്പമൊന്നുമില്ല മോനെ, ഇത് തന്നെ ഏറെക്കുറെ സൗകര്യങ്ങൾ കൂടുതലാ. ഇത്ര സൗകര്യത്തിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് കട വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അനി പറഞ്ഞു, അതിന് ഞാൻ എന്ത് ചെയ്യണം? മോളുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അനിയോട് ഇവിടെ ഇരിക്കാന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പം അവളുടെ അമ്മയില്ല, അതുകൊണ്ട് ഇരിക്കാൻ പറയാൻ പറ്റില്ല. അറിയാലോ കാര്യങ്ങളൊക്കെ. വെറുതെ എന്തിനാ വീട്ടിനകത്ത് വഴക്കുണ്ടാക്കുന്നത്? നിങ്ങൾ തമ്മിൽ ഇപ്പൊ നല്ല സൗഹൃദത്തിൽ തന്നെയാ. പക്ഷെ അത് മോന്റെ ഭാര്യയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്കിള് പുറത്തേക്ക് പോകുമ്പോൾ ഞാനിവിടെ നിൽക്കരുതെന്നാണ് അങ്കിള് പറഞ്ഞതിന്റെ അർത്ഥം. അതെനിക്ക് മനസ്സിലായി. ഇത് കേട്ടത് നമ്മുടെ നന്ദുവും അതുപോലെ ഗോവിന്ദനും ഒക്കെ ഒന്ന് ചെറുതായിട്ട് ചമ്മുന്നുണ്ട്. നമ്മുടെ അനിക്ക് ഇച്ചിരി വേദനയും ആയിട്ട്. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കും. അടുത്ത വിശേഷമായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.